ഹായ് ഓൾ. മിക്കവർക്കും ഒരു ഡൗട്ട് ഉള്ളതായിട്ട് ഇപ്പം റീസെൻ്റ്ലി ഇങ്ങനെ ക്ലിനിക്സിലൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, എന്താണ് ഒ സി ഡി, അതുപോലെ തന്നെ എന്താണ് ഒ സി പി ഡി. ഒ സി ഡി എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ഒ സി ഡി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറിയാണത്. അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് പറയാമല്ലേ. അതായത് നമ്മളിപ്പം ഒരു വാഷ്റൂമിൽ പോയി, അപ്പോൾ അവിടെ വെച്ച് നമ്മളെന്താണ് വാഷ്റൂം പോയി വന്നു കഴിയുമ്പം കയ്യിൽ അഴുക്കായോ അല്ലെങ്കിൽ ഡേർട്ടായോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മളെന്താണ് ഭയങ്കര ആങ്ഷ്യസ് ആവുന്നു, അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രെസ്ഡ് ആവുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, കുറേ ബിഹേവിയറിലേക്ക് ഏർപ്പെടും. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കുറേ നേരം കൈ കഴുകിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഡോർ അടച്ചോ, അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഇതൊക്കെ. എന്നാൽ പോലും ഒ സി ഡി ഉള്ളവർക്ക് എന്താണ് അതൊരു ആങ്സൈറ്റി ഉണ്ടാക്കിയിട്ട് ആ ഒരു ബിഹേവിയർ ഇവരെന്താണ് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്താണ് ഒരു ദിവസത്തിൽ അവരെന്താണ് ഒരു കുറച്ച് മണിക്കൂറുകളോളൊക്കെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അത് അവരുടെ ഡെയിലി ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും, ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി എന്താണ് ഒ സി പി ഡി എന്ന് നോക്കാം. അത് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇതാണ്. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും എന്താണ് നമ്മൾ കുറച്ചും കൂടി എന്താണ് ആ ഒരു ഓർഡർനെസ്സും അതുപോലെ തന്നെ പെർഫെക്ഷനാണ് കൂടുതലായിട്ട് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്നിടത്തോ ആ ഒരു വർക്ക് പ്രൊഡക്ടിവിറ്റിക്കോ വേണ്ടിയിട്ടൊക്കെ നമ്മളെന്താണ് ഒത്തിരി സമയം ഇരിക്കും. ആൻഡ് ഈ ആൾക്കാർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഓഫീസിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കൊടുത്താൽ അത്രയും പെർഫെക്റ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് അവർക്കത് ചെയ്യണം. അപ്പോൾ ചില സമയത്ത് എന്താണ് അത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ അവരെന്താണ് ആ ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ എന്താണ് അവർ ഡീറ്റെയിലിംഗ് ടു അറ്റൻഷൻ എന്നുള്ള ആ ഒരു ക്വാളിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാം പക്കയായിട്ട് ചെയ്തു പോകണം, ഒരു റൂൾ ഓർഡറൊക്കെ പക്കയായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരുന്നതാണ്. സോ ഇതാണ് മെയിനായിട്ടും ഒ സി ഡിയും ഒ സി പി ഡിയും തമ്മിലുള്ള ഡിഫറൻസ്.